ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷസിൻ ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. എപ്പോഴും പത്തലും ചപ്പാത്തിയും ഇഡ്ഡലിയൊന്നും ദോശയൊക്കെ കഴിക്കുന്നില്ലേ? ഒരു ദിവസം ഒന്ന് വെറൈറ്റി ആക്കിക്കൂടെ? അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട്. അതിൽ 3/4 ഭാഗത്തോളം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും 2 ടീസ്പൂണ് സാൾട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇത് വെർമിസെല്ലിയാണ് സേമിയം. അപ്പം അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ സേമിയ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് ഒറ്റ തിള മതി. അപ്പം തന്നെ വേഗം പെട്ടെന്ന് വെന്ത് കിട്ടും. അടച്ചു വെച്ച് വേവിക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇതൊരു സ്ട്രെയിനറിലോട്ടേക്ക് മാറ്റുക. എന്നിട്ട് പച്ചവെള്ളം ഇതിലേക്ക് 2 പ്രാവശ്യം ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 6 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു കടായി എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. എഗ്ഗ് ഇങ്ങനെ ആയി വരുമ്പോൾ ഒന്നിങ്ങനെ ചിക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ എഗ്ഗ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെയാണ് വേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അത് സ്റ്റൗന്ന് മാറ്റി വെക്കുക. പിന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽട്ടായി കഴിഞ്ഞാൽ ഒരു ഉണ്ട വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 3 ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തതാണ്. ചെറിയ ക്യാരറ്റാണ്. അപ്പം അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിന് ചെറുതായിട്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുള്ളിയാണ്. അതൊരു 10 എണ്ണം ഞാൻ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സവാളയാണ് ഉള്ളതെങ്കിൽ അത് ഒരു സവാളേൻ്റെ 3/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൊത്തത്തിലെല്ലാം കൂടി ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുക. ഇത് ഗ്രീൻ പീസാണ്. 6 മണിക്കൂറോളം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ മൊത്തത്തിൽ ഇളക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച എഗ്ഗും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ 2 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ഒറിഗാനോ ഓപ്ഷണലാണ്. പിന്നെ 2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് വലിയൊരു കടായിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൽ സേമിയം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ പാത്രത്തിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊരു വലിയ കടായിലേക്ക് മാറ്റുന്നു. ഫസ്റ്റ് വേവിച്ചെടുത്ത സേമിയം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി സേമിയം കൊണ്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സേമിയൊക്കെ കണ്ട അടിപൊളിയായിട്ട് തന്നെ കിട്ടീന്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അപ്പം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തത് നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.